സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി നിങ്ങളുമായി ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച ഈ അവസരത്തെ ഓർത്തു ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന എൻ്റെ മാന്യ ശ്രോതാക്കളെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചൊല്ലുന്നു. നിങ്ങളുടെ അരികിൽ ഈ വചനം എത്തിക്കുന്നതിൽ ഞങ്ങളെ സഹായിക്കുന്ന മലയാളം TV അതിൻ്റെ ചുമതലക്കാർ, അവരെ ഞാൻ കൃതജ്ഞതാപൂർവ്വം സ്മരിക്കുന്നു. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഐഹിക ജീവിതത്തിലെ പ്രധാനപ്പെട്ട പ്രസംഗം എന്ന നിലയിൽ കരുതപ്പെടുന്ന ഗിരിപ്രഭാഷണത്തെ ആസ്പദമാക്കിയുള്ള ക്ലാസ്സുകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മൗലിക നീതിശാസ്ത്ര പ്രഖ്യാപനം എന്നുള്ള നിലയിൽ മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 21 മുതൽ കാണുന്ന വാക്യങ്ങൾ 6 വിഷയങ്ങളെ ആക്കി തരംതിരിച്ച് കർത്താവ് അവതരിപ്പിക്കുന്നതാണ് നാം ഈ ക്ലാസ്സുകളിൽ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൊല ചെയ്യരുത് എന്നുള്ള നിലയിൽ ന്യായപ്രമാണത്തിൽ കൊല ചെയ്യരുത് എന്ന് പറഞ്ഞിരിക്കുന്നതിനെ കർത്താവ് പുതിയ നിയമ ആശയത്തിൽ അല്ലെങ്കിൽ കർത്താവിൻ്റെതായ നിലയിൽ അവതരിപ്പിക്കുന്നതാണ് നാം കഴിഞ്ഞ ചില ക്ലാസ്സുകളിൽ കേട്ടത്. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കിടുവാൻ ആഗ്രഹിക്കുന്നത് അതിൽ 2ാമത്തെ വിഷയമായി നിൽക്കുന്ന അഡൾട്ടറി അല്ലെങ്കിൽ വ്യഭിചാരം എന്നുള്ളതായ വിഷയമാണ്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അതിനെ ആസ്പദമാക്കിയുള്ളതാണ്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ആ വേദഭാഗം വായിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ളതായ വാക്യങ്ങൾ. വ്യഭിചാരം ചെയ്യരുത് എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്ത് എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. വലങ്കൈ നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ വെട്ടി എറിഞ്ഞുകളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ പോകുന്നതിനേക്കാൾ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനമത്രേ. ഒറ്റ വായനയിൽ വളരെ വളരെ കഠിനമായ കാര്യം, അല്ലെങ്കിൽ ഒരിക്കലും പ്രായോഗികമാക്കുവാൻ കഴിയാത്ത ഒരു കാര്യം കർത്താവ് നമ്മളോട് ആവശ്യപ്പെടുന്നു എന്ന് തോന്നും. കാരണം നമുക്ക് ഇടർച്ച വരുത്തുന്ന ശരീരത്തിൻ്റെ അവയവത്തെ വെട്ടിമാറ്റുവാൻ ആവശ്യപ്പെടുന്നു എന്നുള്ള നിലയിലാണ് നാം ഈ ഭാഗം വായിക്കുമ്പോൾ പെട്ടെന്ന് നമ്മളുടെ മുമ്പിൽ വരുന്ന ചിന്ത. എന്നാൽ കർത്താവ് അവിടെ പറയുന്നതിൻ്റെ ക്രമമായി നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് കർത്താവ് അവിടെ പറയുന്നത്, വ്യഭിചാരം ചെയ്യരുത് എന്നരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇത് പുറപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൽ നാം കാണുന്ന കാര്യമാണ്. 20-ാം അധ്യായം 14-ാം വാക്യത്തിൽ 7ാമത്തെ കൽപ്പന എന്ന നിലയിലാണ് വ്യഭിചാരം നിൽക്കുന്നത്. നാം ഒന്നാമതായിട്ട് ചിന്തിച്ചത് 6ാം കൽപ്പനയിൽ പറയുന്ന കൊല ചെയ്യരുത് എന്ന് പറയുന്ന ഭാഗമാണ്. ഇപ്പോൾ കർത്താവോടെ 6ാമത്തെ കൽപ്പന, ന്യായപ്രമാണത്തിലെ അല്ലെങ്കിൽ 10 കൽപ്പനയിലെ 6ാമത്തെ കൽപ്പനയിൽ നിന്നും അടുത്ത 7ാമത്തെ കൽപ്പനയിലേക്ക് ശ്രദ്ധ തിരിക്കുകയാണ്. 7ാമത്തെ കൽപ്പനയിലാണ് വ്യഭിചാരത്തെക്കുറിച്ച് പറയുന്നത്. ലൈംഗികത എന്ന് പറയുന്ന അല്ലെങ്കിൽ സെക്സ് സംബന്ധമായ കാര്യങ്ങൾ ലോകത്തിൽ ആകമാനം വ്യത്യസ്തങ്ങളായ നിലകളിൽ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം എത്തി നിൽക്കുന്നത്. ലൈംഗികത എന്ന് പറയുന്നത് ഒരു പാപമല്ല എന്നുള്ളത് നാം ആദ്യമേ മനസ്സിലാക്കണം. സെക്സ് എന്ന് പറയുന്നത് മനുഷ്യന് നൽകിയത് ദൈവത്തിൻ്റെ ഒരു ദാനമായിട്ടാണ്. ദൈവത്തിൻ്റെ ദാനമാണത്. അപ്പോൾ കാരണം ദൈവം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആ ഹൗവയെ ആദമിൽ നിന്നും വേർപെടുത്തുന്നതിന് മുമ്പ് തന്നെ അനുഗ്രഹിക്കുന്ന സമയത്ത് സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവാൻ അവിടെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ പാപം ഏദൻ തോട്ടത്തിൽ ആദം ഹൗവ ദമ്പതിമാരുടെ ജീവിതത്തിലേക്ക് പാപം പ്രവേശിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകുവീൻ എന്ന് കർത്താവ് പറയുന്നു. അപ്പോൾ സെക്ഷുവൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിലുള്ളതായ ലൈംഗിക ബന്ധം എന്ന് പറയുന്നതിനെ കർത്താവ് ദൈവം അനുവദിച്ചാണ് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആരംഭ ഭാഗത്തിൽ നമ്മളെ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ലൈംഗികത എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്ന വിഷയം ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ ഒന്നാണ്. ആ അനുഗ്രഹം എന്ന് പറയുന്നതിനെ ദൈവം ചില നിയന്ത്രണങ്ങൾ വെച്ചിട്ടുണ്ട്.
ദൈവം എപ്പോഴും മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ചില നിയന്ത്രണങ്ങൾ വെച്ചാണ് അനുഗ്രഹങ്ങൾ നൽകുന്നത്. ആ വിഷയത്തിൽ ദൈവം നമുക്ക് നൽകുന്ന അനുഗ്രഹത്തോടുള്ള ബന്ധത്തിൽ അത് ഉത്തരവാദിത്വത്തോടുകൂടി ചെയ്തു തീർക്കുക എന്നുള്ളത് നമ്മുടെ ചുമതലയാണ്. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, സെക്സ് എന്ന് പറയുന്ന വിഷയം, ഇതാണ് ഈ ഭാഗത്ത് നാം പ്രധാനമായും കാണുന്നത്. ആ വിഷയം നാം പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നാം ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്നുള്ളത് നാം ഒന്നാമത് മനസ്സിലാക്കണം. അത് വളരെ ഉത്തരവാദിത്വത്തോടുകൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതും നാം മനസ്സിലാക്കണം. അല്ലെങ്കിൽ ഒരു പരിധിക്ക് പുറത്തുള്ളതായ ബന്ധങ്ങളെ ദൈവം വിലക്കുന്നു എന്നുള്ളതാണ്. ചുരുക്കി പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധം എന്ന് പറയുന്ന, നാം ഇതിന് ശേഷമായിട്ട് പഠിക്കാൻ പോകുന്നത് വിവാഹ മോചനം എന്ന് പറയുന്ന വിഷയത്തോടുള്ള ബന്ധത്തിൽ അടുത്ത വിഷയം അതാണ്. അവിടെ വരുമ്പോൾ ഞാൻ അല്പ വിഷയങ്ങൾ ആ ഭാഗത്ത് പങ്കിടാം. അപ്പോൾ ഇവിടെ ഭാര്യ ഭർത്തൃ ബന്ധത്തിന് പുറത്തുള്ളതായ സകല ബന്ധങ്ങളും, സകല ലൈംഗിക ബന്ധങ്ങളും പാപമാണ് അല്ലെങ്കിൽ സിന്നാണ് എന്നുള്ളത് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. അത് അധാർമികമാണ് എന്നുള്ളത് സാമൂഹിക വ്യവസ്ഥിതി നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. വേദപുസ്തകം അംഗീകരിക്കാത്ത അല്ലെങ്കിൽ ദൈവവചനം യാതൊരു നിലയിലും കൂട്ടാക്കാത്ത സമൂഹത്തിൽ പോലും ഈ വക ബന്ധങ്ങൾ, ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്തുള്ളതായ ലൈംഗിക ബന്ധങ്ങളെ അനുവദിച്ചിട്ടില്ല എന്നുള്ളത് നാം മനസ്സിലാക്കണം. അപ്പോൾ സാമൂഹിക നീതിക്ക് പോലും വിരുദ്ധമായ ഒരു കാര്യമാണിത്. എന്നാൽ ഞാനിത് സംസാരിക്കുമ്പോൾ എനിക്കറിയാം, ഇത് ലോകത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. ലൈംഗികത എന്ന് പറയുന്നത് സാധാരണ മനുഷ്യൻ്റെ ഒരു ആവശ്യ ഘടകം എന്നുള്ള നിലയിൽ, അതായത് ഭക്ഷണം കഴിക്കുന്നത് പോലെയും ഉറങ്ങുന്നത് പോലെയും വിശ്രമം നാം സ്വീകരിക്കുന്നത് പോലെയും ഒക്കെ ശരീരത്തിൻ്റെ ഒരാവശ്യം എന്നുള്ള നിലയിൽ അത് ഏത് മാർഗവും സ്വീകരിക്കാം എന്നുള്ള നിലയിലൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇന്ന് നാം ലോകത്തിൽ നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് ദൈവം വിലക്കുന്ന അല്ലെങ്കിൽ ദൈവം ഒരിക്കലും അനുവദിക്കാത്ത നിലകളിൽ അതിൻ്റെ നിയമവ്യവസ്ഥകളെ എല്ലാം വെല്ലുവിളിച്ചുകൊണ്ട് ഇതുപോലുള്ള ബന്ധങ്ങൾ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിലെ 7ാമത്തെ കൽപ്പനയായിരുന്ന വ്യഭിചാരം ചെയ്യരുത് എന്ന് പറയുന്നതിനെ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കൊല ചെയ്യരുതെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കണം. അക്ഷരാർത്ഥത്തിൽ ഒരു കർമ്മം ചെയ്തിട്ടല്ലാതെ അല്ലെങ്കിൽ ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള ബന്ധം, ശാരീരിക ബന്ധം നടന്നാൽ മാത്രമേ, അതായത് പരിധിക്ക് പുറത്തുള്ളതായ ആ ബന്ധം നടന്നാൽ മാത്രമേ അതിനെ വ്യഭിചാരം എന്നുള്ളതായ നിലയിൽ പഴയ നിയമത്തിലെ വ്യാഖ്യാനം അനുസരിച്ച് വരുന്നുള്ളൂ. എന്നാൽ അതുപോലെ തന്നെ 10 കൽപ്പനകൾ നാം പഠിക്കുമ്പോൾ 10ാമത്തെ കൽപ്പന എന്ന് പറയുന്നതിൽ നാം കാണുന്നുണ്ട് കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ യഹൂദനെ സംബന്ധിച്ചിടത്തോളം വ്യഭിചാരം ചെയ്യുക എന്ന് പറയുന്നാൽ അവരെ മനസ്സിലാക്കിയിരുന്ന അല്ലെങ്കിൽ അവർ പഠിപ്പിച്ചിരുന്നത് അക്ഷരാർത്ഥത്തിൽ അങ്ങനെ ഒരു കർമ്മം, ഭാര്യാഭർത്തൃ ബന്ധത്തിന് പുറത്ത് അങ്ങനെ ഒരു കർമ്മം ചെയ്താൽ മാത്രമേ അത് വ്യഭിചാരമാവുന്നുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ അവർ കുറിക്കൊണ്ടതായ മറ്റൊരു കാര്യം, കൂട്ടുകാരൻ്റെ ഭാര്യയെ മോഹിക്കരുത്. കാര്യം കൽപ്പനയിൽ അതങ്ങനെ എഴുതിയിരിക്കുന്നു. അപ്പോൾ കൂട്ടുകാരൻ്റെ ഭാര്യയോടുള്ള ബന്ധത്തിൽ അവിശ്വസ്തത പാടില്ല. ഈ പറയുന്ന നിലയിൽ അക്ഷരാർത്ഥത്തിൽ ലൈംഗിക ബന്ധം തൻ്റെ ഭാര്യയ്ക്കോ ഭർത്താവിനോ ഉള്ള ബന്ധത്തിന് പുറത്ത് ഉണ്ടാകാൻ പാടില്ല. എന്നാൽ കർത്താവ് ഇവിടെ പഠിപ്പിക്കുന്നതും അല്പം കൂടെ കടന്ന ചിന്തയാണ്, അല്ലെങ്കിൽ അല്പം കൂടെ ഗൗരവമായ ചിന്തയാണ് കർത്താവ് ഇവിടെ അവതരിപ്പിക്കുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അവിടെ കർത്താവ് പറയുന്നത് ഇതാണ്. ആദ്യ ഭാഗത്ത് നാം ഇങ്ങനെ കാണുന്നു. ഒന്നാമതായിട്ട് കർത്താവ് പറയുന്നത് വ്യഭിചാരം ചെയ്യരുത് എന്നരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. അതാണ് ഞാൻ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത്. അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ പഠനത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ അടുത്തതായിട്ട് ഞാനോ നിങ്ങളോട് പറയുന്നു. നമുക്ക് ചിന്തിക്കേണ്ട ഭാഗം അതാണ്. കർത്താവ് നമ്മളോട് എന്ത് പറയുന്നു? ഞാനോ നിങ്ങളോട് പറയുന്നു, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ എല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു പോയി. ഈ വാക്യത്തിൻ്റെ വെളിച്ചത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കരുത് എന്ന് കർത്താവ് പറഞ്ഞില്ല. കാരണം ഒരു പുരുഷൻ ഒരു സ്ത്രീയെ നോക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഒരു സ്ത്രീ ഒരു പുരുഷനെ നോക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമാണ്. പരസ്പരമുള്ളതായ ലൈംഗിക ആകർഷണം എന്ന് പറയുന്നത് ഒരു പാപമായിരിക്കുന്ന കാര്യമല്ല. അതിൽ തന്നെ തിന്മയില്ല. എന്നാൽ ഇവിടെ കർത്താവ് പറയുമ്പോൾ ആ നോട്ടം എന്ന് പറയുന്നതിനോട് കൂടെ ഒരു പദം കൂടെ കർത്താവ് അവിടെ ഉപയോഗിക്കുന്നുണ്ട്. ആ പദം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അവിടെ കർത്താവ് പറയുന്നത്, ഞാനോ നിങ്ങളോട് പറയുന്നത്, സ്ത്രീയെ മോഹിക്കേണ്ടതിന് അവളെ നോക്കുന്നവൻ. അപ്പോൾ സ്ത്രീയെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു പോയി എന്ന് കർത്താവ് പറഞ്ഞില്ല. ആ നോട്ടത്തിനോട് ചേർത്ത് കർത്താവ് ഒരു പദം കൂടെ ഉപയോഗിച്ചു.
മോഹിച്ചുകൊണ്ടുള്ളതായ നോട്ടം. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ നാം നമ്മുടെ യാദൃച്ഛികമായി നമ്മുടെ മുമ്പിൽ ഒരു സ്ത്രീ വന്നുപെടുന്നു. ആ സ്ത്രീയെ നമ്മൾ കണ്ടു. കാണാതിരിക്കാൻ നിവൃത്തിയുള്ള കാര്യം നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു കഴിഞ്ഞു. ഉടൻ തന്നെ ആ സ്ത്രീയുടെ സൗന്ദര്യം, ആ സ്ത്രീയുടെ ശാരീരികമായ സൗന്ദര്യത്തിൻ്റെ അല്ലെങ്കിൽ ആകാര സൗഷ്ഠവത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ ഹൃദയത്തിൽ പല ചിന്തകൾ ഉടനെ തന്നെ ആരംഭിക്കുകയാണ്. ആ ചിന്തകളെ നാം താലോലിക്കുവാൻ തുടങ്ങുന്നു. ആ ചിന്തകളെ താലോലിക്കുന്നു അല്ലെങ്കിൽ പാലൂട്ടി വളർത്തുന്നതിൻ്റെ ഭാഗമായി വീണ്ടും വീണ്ടും നാം ആ സ്ത്രീയെ നോക്കുന്നു. നാം ഒന്ന് നോക്കി, നമുക്കൊരു താല്പര്യം തോന്നി, അതിനുശേഷമായിട്ട് ഹൃദയത്തിൽ അതിനോടുള്ള ബന്ധത്തിൽ പല കാര്യങ്ങൾ ക്രിയ ചെയ്യുകയാണ്, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ ഡെവലപ്പ് ചെയ്ത് വന്നു കഴിഞ്ഞ് വീണ്ടും ആ സ്ത്രീയെ നോക്കുന്നു. കുറച്ച് കഴിഞ്ഞ് പിന്നെയും നോക്കുന്നു. അപ്പോൾ മോഹം എന്ന് പറയുന്ന വിഷയം, അല്ലെങ്കിൽ ആ സ്ത്രീയെ എൻ്റെ സ്വന്തമാക്കിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അവളെ എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ എന്നുള്ള നിലയിൽ ചില ചിന്തകൾ അതിനോട് ചേർന്ന് ഡെവലപ്പ് ചെയ്യുകയാണ്. എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു എന്നാണ് കർത്താവ് പറയുന്നത്. നിശ്ചയമായി നിങ്ങൾ അക്ഷരാർത്ഥത്തിൽ യാതൊന്നും നടന്നില്ല, ആരും ഒന്നും അറിഞ്ഞുമില്ല. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞപ്പോൾ അവളോടുള്ള ആകർഷണത്തിൽ, അവൻ്റെ ഉള്ളിൽ അവളോടുള്ള ആകർഷണത്തിൽ ഇതുപോലുള്ള ദുഷിച്ച ചിന്തകൾ കുമിഞ്ഞുകൂടുന്നു എന്നുള്ളത് അവനല്ലാതെ ആ സ്ത്രീ പോലും അറിഞ്ഞിട്ടില്ല. എന്നാൽ ആ ദുഷിച്ച ചിന്തയെ ഒരുവന്റെ ഹൃദയത്തിൽ വളർത്തിയെടുക്കുന്നത് തെറ്റാണ് എന്ന് മാത്രമല്ല, അത് വ്യഭിചാരത്തിന് തുല്യമാണ് എന്ന് കർത്താവ് പഠിപ്പിക്കുന്നു. അപ്പോൾ ഒരു സ്ത്രീയെ ഒരു പുരുഷൻ നോക്കുമ്പോൾ ഏത് നിലയിൽ നോക്കണമെന്നുള്ളതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയിൽ ഒരു ആകർഷണം തോന്നുക എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ ഇവിടെ നാം ഒരു കാര്യം ഓർക്കണം. വിവാഹം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇവിടെ സ്ത്രീ എന്ന് പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുന്ന പദം വിവാഹിത എന്നുള്ള നിലയിലാണ് എന്നാണ് വേദശാസ്ത്രികൾ പറയുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും വിവാഹബന്ധത്തിലേക്ക് പ്രവേശിച്ചവരെ എന്നുള്ള നിലയിലാണ് നിൽക്കുന്നത് വിഷയം. എന്നാൽ വിവാഹബന്ധത്തിൽ പ്രവേശിക്കാത്തവർ ഈ വക കർമ്മങ്ങൾ, അതായത് മറ്റൊരു സ്ത്രീയുമായി അല്ലെങ്കിൽ മറ്റൊരു പുരുഷനുമായി നടക്കുന്ന ബന്ധത്തെയും വ്യഭിചാരമെന്ന് മാത്രമേ നമുക്ക് പറയുവാൻ കഴിയുകയുള്ളൂ. അപ്പോൾ ഒരു സ്ത്രീയെ നാം കണ്ടു, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അതിന് താല്പര്യം തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും സന്തോഷം തോന്നുന്നു. ആ സ്ത്രീയെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ ഡെവലപ്പ് ചെയ്ത് വരുന്നു, അല്ലെങ്കിൽ പുരുഷനെക്കുറിച്ചുള്ള ചിന്ത സ്ത്രീയുടെ ഉള്ളിൽ ഡെവലപ്പ് ചെയ്ത് ഒരു ദുഷിച്ച തലത്തിലേക്ക് അത് പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഫലം, അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട് വളരെ മോശമായി അവസാനിക്കും എന്നുള്ളതാണ്. ഞാനിത് പറയുമ്പോൾ മലയാളികൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറയാം. വേദപുസ്തകത്തിന് പുറത്തു നിന്നാണ്. നമ്മൾ ഈ കാലഘട്ടത്തിലെ നമ്മുടെ മാധ്യമങ്ങൾ നാം ശ്രദ്ധിച്ചാൽ ഒരുപാട് യുവതികൾ കൊല്ലപ്പെടുന്നുണ്ട്. ഈ യുവതികൾ കൊല്ലപ്പെടുന്നതിലെ ബഹുഭൂരിപക്ഷം സംഭവങ്ങളും ആരംഭിക്കുന്നത് ഒരു മിസ്ഡ് കോളിൽ നിന്നാണ്. ഞാൻ നമ്മുടെ കേരളക്കരയിലെ കാര്യമാണ് ഈ പറയുന്നത്. ഒരു മിസ്ഡ് കോളിൽ നിന്നാണ്. അതായത് ഒരു മിസ്ഡ് കോള് സെൽഫോണിൽ വരുന്നു, അതിൽ മെസ്സേജ് ഒന്നും ഇട്ടിട്ടില്ല. ഉടനെ ഇത് ആരുടെ മെസ്സേജാണ് എന്നറിയാൻ ഈ ആൾ തിരിച്ചു വിളിക്കും. ആ തിരിച്ചു വിളിക്കുന്ന സമയത്ത് വളരെ വശ്യമായ നിലയിൽ, അല്ലെങ്കിൽ ഹൃദ്യമായ നിലയിൽ ഈ അപ്പുറത്തുള്ള ലൈനിലെ ആൾ സംസാരിക്കുന്നു. അപ്പോൾ അത് ഈ മിസ്ഡ് കോൾ അയച്ചത് തന്നെ ആളിനെ മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഓർക്കണം. ആ നമ്പർ കളക്ട് ചെയ്ത് അവരുടെ കൂട്ടുകാരിൽ നിന്നോ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് നമ്പർ കളക്ട് ചെയ്തിട്ടുള്ള വിളിയാണ്. അപ്പോൾ ആ വിളിക്കുന്ന ആളിൻ്റെ ഉള്ളിൽ ഈ സ്ത്രീയെ ട്രാപ്പിലാക്കണം എന്നുള്ള വ്യക്തമായ ഉദ്ദേശമുണ്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, ഇങ്ങനെ വിളിച്ചതായ വിളി കൊണ്ടുള്ള കുഴപ്പമെന്ന് പറയുന്നത് ആ സംഭാഷണത്തിൽ ഒരു വശ്യത ഉണ്ടാവുകയാണ്. ഒരു ബന്ധം അവിടുന്ന് മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ കാണുന്നില്ല, തമ്മിൽ കണ്ടിട്ടുമില്ല. എങ്കിൽ പോലും ഈ ടെലഫോൺ കോൺവെർസേഷനോട് കൂടി, അല്ലെങ്കിൽ ഒരു മിസ്ഡ് കോളോടുകൂടി ഒരു വലിയ ദുരന്തത്തിൻ്റെ തുടക്കമാണത്. അതിനുശേഷം ചില നാളുകൾ ഈ ടെലഫോൺ സംഭാഷണം തുടരുന്നു. പിന്നീട് പരസ്പരം കാണാതിരിക്കാൻ വയ്യ എന്നുള്ള നിലയിലെത്തുന്നു. അതിനുശേഷമായിട്ട് സൗഹൃദം സ്ഥാപിക്കുന്നു. പിന്നീട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കാണാമെന്ന് പറഞ്ഞ് പിരിയുന്നു. അതിനുശേഷം ഇത് കൊലപാതകത്തിൽ കലാശിക്കുന്നു. കാരണം അവിടെ ഈ പുരുഷൻ തന്നെയല്ല വരുന്നത്, അവൻ്റെ കൂട്ടുകാരും അവിടെയുണ്ട്. ആ കൂട്ടുകാരെല്ലാം കൂടി ഈ സ്ത്രീയെ അവരുടെ ലൈംഗികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചതിന് ശേഷം ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടുപോയി അവളുടെ മൃതശരീരം തള്ളിക്കളയുന്നു.
ഇത് ഒറ്റപ്പെട്ട ഒരു സംഭവമല്ല, ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ കൊച്ചു കേരളത്തിലെ സ്ത്രീകൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വർത്തമാനകാല അനുഭവത്തോടുള്ള ബന്ധത്തിലാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ഈ പറഞ്ഞതെന്ന് പറയുന്നത് കർത്താവ് പറഞ്ഞ മോഹം എന്ന് പറഞ്ഞ വിഷയത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. അപ്പോൾ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഒരു ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു പുരുഷന് ഒരു സ്ത്രീ, ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ. കാരണം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് ദൈവമാണ് നിശ്ചയിച്ചത്. അവനൊരു തക്ക തുണയെ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ്. അതുകൊണ്ടാണ് ലേഖനത്തിലേക്ക് നാം വരുമ്പോൾ വിവാഹം എല്ലാവർക്കും മാന്യവും വിവാഹിതരുടെ കിടക്ക നിർമ്മലവുമാകട്ടെ എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ലൈംഗികത ഒരു പാപമായി നിൽക്കുന്നില്ല, എന്നാൽ അതിന് പുറത്തേക്ക് പോകുമ്പോൾ അത് പാപമായി മാറും. അപ്പോൾ ഇവിടെ നാം ചിന്തിച്ചു വരുന്ന മോഹം എന്ന് പറയുന്ന വിഷയമാണ്. അപ്പോൾ മോഹം എന്ന് പറയുന്ന വിഷയത്തിൽ ഒന്ന് നോക്കി അതിനുശേഷം വീണ്ടും നോട്ടം ആവർത്തിക്കുന്നു. മറ്റൊരു ഉദാഹരണം കൂടെ ഞാൻ നിങ്ങളോട് ഇതിനോടുള്ള ബന്ധത്തിൽ കുറച്ചുകൂടെ ഈ വിഷയം ലളിതമാകാൻ വേണ്ടി പറയാം. ഒരു മനുഷ്യൻ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത്, ഞാനത് നമ്മുടെ മലയാളക്കരയിലെ ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണ്. ഒരു മനുഷ്യൻ റോഡ് സൈഡിൽ കൂടെ നടന്നു പോകുമ്പോൾ നല്ല ഒരു പൂവൻ കോഴിയെ കാണും. നമുക്കറിയാം പൂവൻ കോഴിയുടെ സൗന്ദര്യം എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക സൗന്ദര്യം തന്നെയാണ്. നമ്മൾ സമ്മതിച്ചേ പറ്റൂ. അതിൻ്റെ അങ്കവാലും അതിൻ്റെ തലയെടുപ്പും ഒക്കെ കണ്ടാൽ ഒരു പൂവൻ കോഴി വളരെ സൗന്ദര്യമുള്ളതായ ഒരു ജീവിയാണ്. അപ്പോൾ ഒരു പൂവൻ കോഴിയെ ഒരു മനുഷ്യൻ കാണുമ്പോൾ അതിൻ്റെ സൗന്ദര്യം കണ്ടിട്ട് ദൈവത്തിൻ്റെ മനോഹരമായ സൃഷ്ടി എന്നുള്ള നിലയിൽ അവൻ ചിന്തിച്ചാൽ ഒരു കുഴപ്പവുമില്ല. എന്നാൽ അത് നല്ല ചിന്ത. മറ്റൊരു ചിന്ത, ഇതേ പൂവൻ കോഴിയെ ഒരുവൻ കാണുമ്പോൾ കൊള്ളാമല്ലോ, ഇന്ന് ഒരു കുപ്പി മദ്യവും ഒക്കെ ഇങ്ങോട്ട് സംഘടിപ്പിച്ചാൽ ഇതിനെ കൈ കിട്ടിയാൽ ഇതിനെ കറി വെച്ച് അതിൻ്റെ കൂടെ സേവിക്കാമായിരുന്നു എന്ന് ചിന്തിക്കുന്നത് മറ്റൊരു ചിന്ത. ഇത് രണ്ട് ചിന്തയാണ്, രണ്ട് വ്യത്യസ്തങ്ങളായ ചിന്തയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഒന്ന്, ആ മനോഹരമായ ജീവിയെ കണ്ടപ്പോൾ അതിൻ്റെ സൗന്ദര്യത്തിൽ കൊള്ളാം എന്നുള്ള നിലയിൽ അതിൻ്റെ സൗന്ദര്യത്തെ പ്രശംസിച്ചു, പിന്നെ ആളങ്ങ് കടന്നു പോവുകയാണ്, പിന്നെ അതൊരു വിഷയമല്ല. രണ്ടാമൻ നിന്ന് ഈ കോഴിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ സൗന്ദര്യം. അവൻ അതിനോട് ചേർന്ന് ദുഷിച്ച ചിന്തകൾ കയറി വരികയാണ്. മദ്യം, ഇതിൻ്റെ കൂടെ അല്പം മദ്യം കൊണ്ടുണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ഇരുന്ന് മദ്യപിച്ച് ഇത് നന്നായിട്ട് ഇതിനെ ഭക്ഷിക്കാമായിരുന്നു. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, മോഹം എന്ന് പറയുന്ന വിഷയത്തിൽ ഇതുപോലുള്ളതായ ദുരന്തം ഇതിൻ്റെ കൂടെയുണ്ട് എന്നുള്ളത് നാം ഓർക്കണം. ഞാൻ വളരെ വേഗം ഈ ഭാഗം മുമ്പോട്ട് പോകട്ടെ. ഇവിടെ ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് നാം ഒരു സ്ത്രീയെ നോക്കി എന്നുള്ളതിൽ യാതൊരു തെറ്റുമില്ല. എന്നാൽ നാം മോഹത്തോടുകൂടി, അതായത് നമുക്കൊരു ജീവിത പങ്കാളി ഉള്ളപ്പോൾ തന്നെ, അല്ലെങ്കിൽ നമ്മൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ലെങ്കിൽ അതാ നിലയിൽ നാം ഒരു സ്ത്രീയെ കാണുമ്പോൾ അവൾ കണ്ടാൽ സൗന്ദര്യമുള്ളതായ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമ്മുടെ ഹൃദയത്തിൽ ഒരു ചിന്ത പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. പക്ഷെങ്കിൽ അതിനപ്പുറത്തേക്ക് കടന്നിട്ട് അവളെ സ്വന്തം ഭാര്യയുമായി താരതമ്യം ചെയ്തോ, അല്ലെങ്കിൽ അതിനേക്കാൾ അവൾ മെച്ചമാണ് എന്നൊക്കെയുള്ള നിലയിൽ ചിന്തകൾ ഓരോന്ന് പെരുകി വന്നാൽ ഇത് പോയി അവസാനിക്കുന്നത് ഒരു ദുരന്തത്തിലായിരിക്കും എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം കൂടെ പറഞ്ഞ് ഞാൻ ഈ ഭാഗം വിടുകയാണ്, നിങ്ങൾക്ക് വളരെ വേഗം മനസ്സിലാകുവാൻ. നമുക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ എന്നുള്ള നിലയിലാണ് നാം ദാവീദിനെ കാണുന്നത്. ആ ദാവീദിനെ കുറിച്ച് പറയുന്നത്, ദാവീദിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് ബത്ശേബ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഊരിയാവിന്റെ ഭാര്യ ബത്ശേബയുമായുള്ള ബന്ധമാണ്. ആ ബന്ധം എന്ന് പറഞ്ഞതിലേക്ക് പ്രവേശിക്കുമ്പോൾ വളരെ യാദൃച്ഛ്യമായ ഒരു ഇൻസിഡന്റ്, ഒരു സംഭവം അവിടെ നടക്കുകയാണ്. യാദൃച്ഛ്യമായ സംഭവം, ബത്ശേബ സാധാരണ കുളിക്കുന്ന സ്ഥലത്തേക്ക് അവൾ കുളിക്കുന്നതിന് വേണ്ടി പോയി. ദാവീദ് മട്ടുപ്പാവിന്റെ മുകളിൽ സാധാരണ ഉലാത്താറുണ്ട്, അതുപോലെ ഇങ്ങനെ ആ മട്ടുപ്പാവിന്റെ മുകളിലൂടെ നടന്നുകൊണ്ടിരുന്നു. ഇത് രണ്ടുപേരും ശ്രദ്ധിക്കപ്പെട്ടതായ ഒരു കാര്യമല്ല. എന്നാൽ ഇങ്ങനെ മാളിക മുകളിലൂടെ നടക്കുന്ന സമയത്ത് യാദൃച്ഛിക ദാവീദിന്റെ ദൃഷ്ടി ദൂരെ കുളക്കടവിലുള്ള ഈ ബത്ശേബയിലേക്ക് പതിയുകയാണ്. ദാവീദിനെ കുറ്റം പറയാൻ ഒക്കത്തില്ല ആ നിമിഷം കൊണ്ട്, ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ. കാര്യം മനുഷ്യ സഹജമാണ്. ദൂരെ ഒരു സ്ത്രീ കുളിക്കുന്ന ഭാഗത്തേക്ക് നോക്കി കണ്ടു. എന്നാൽ അത് ബത്ശേബയുടെ കുഴപ്പമല്ല, രാജാവിടെ ശ്രദ്ധിക്കുന്നുണ്ടെന്നൊന്നും ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല. എന്നാൽ സംഭവിച്ചു നിങ്ങൾക്കറിയാം. ആ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് ദൂരെ മാളികയുടെ മുകളിൽ നിന്നുകൊണ്ട്, രാജധാനിയുടെ മുകളിൽ നിന്നുകൊണ്ട് ദൂരെ ബത്ശേബയെ കണ്ടു കഴിഞ്ഞപ്പോൾ ദാവീദ് രാജാവിന് അസ്വസ്ഥതയായി.
ആ സ്ത്രീയുടെ ദൂരെ കണ്ടതായ സ്ത്രീയുടെ സൗന്ദര്യം തൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞു. എങ്ങനെയും ആ സ്ത്രീയെ വശത്താക്കണം എന്ന് രാജാവ് നിശ്ചയിച്ചു. രാജാവിൻ്റെ മോഹം ഒരു നിലയിലും രാജാവിനെ കൺട്രോൾ ചെയ്യാൻ കഴിയാതെ വന്നു. അതിനുശേഷം രാജാവ് അറിഞ്ഞു അതൊരു മനുഷ്യന്റെ ഭാര്യയാണ്. തൻ്റെ തന്നെ സൈന്യത്തിലുള്ള ഊരിയാവ് എന്ന് പറയുന്ന തൻ്റെ വിശ്വസ്തനായ ഒരു സേനാനായകന്റെ ഭാര്യയാണത്. ഇത് മനസ്സിലാക്കിയിട്ടും ദാവീദിന്റെ മോഹങ്ങൾക്ക് കടിഞ്ഞാണില്ലായിരുന്നു. എന്നിട്ടും ആ സ്ത്രീയെ സ്വന്തമാക്കുന്നതിന് വേണ്ടി ചതിവിലൂടി ഊരിയാവിനെ യുദ്ധമുന്നണിയിലേക്ക് അയക്കുന്നു. യുദ്ധമുന്നണിയിൽ അയച്ച് ആ സ്ത്രീയെ കൊട്ടാരത്തിൽ കൊണ്ടുവരുന്നു. ആ സ്ത്രീയുമായി രാജാവ് ബന്ധപ്പെടുന്നു. അവൾ ഗർഭിണിയാകുന്നു. അതിനുശേഷമായിട്ട് ഊരിയാവിനെ കൊല്ലുന്ന, അതിനോടുള്ള ബന്ധത്തിൽ ഊരിയാവിനെ കൊല്ലാനുള്ളതായ കാര്യങ്ങൾ, ഇങ്ങനെയുള്ളതായ ഒരുപാട് കാര്യങ്ങൾ രാജാവ് ചെയ്തു കൂട്ടുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ചുരുക്കി പറഞ്ഞാൽ അവിടെ ദാവീദിന്റെ മോഹം, ബത്ശേബയോടുള്ള ബന്ധത്തിലുണ്ടായ മോഹം, മറ്റൊരു പുരുഷന്റെ ഭാര്യയിലുള്ള മോഹം, അത് കൊലപാതകത്തിലേക്ക്, ആസൂത്രിതമായ കൊലപാതകത്തിലേക്ക് വഴി നടത്തി. അതിനെ വ്യഭിചാരം അതിനകത്ത് ഇൻവോൾവായി. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ എല്ലാം അവിടെ നടക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. അതുകൊണ്ടാണ് മോഹം എന്ന് പറയുന്നത് ഇന്ന് ചിറക് വെച്ച് കഴിഞ്ഞാൽ അത് വലിയ ദുരന്തത്തിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത് ഒരു സ്ത്രീയെ കാണുന്നു എന്നുള്ളതല്ല വിഷയം. ഒരു സ്ത്രീയെ മോഹിച്ചുകൊണ്ട് അവളെ സ്വന്തമാക്കണം എന്നുള്ളതായ ചിന്തയോടുകൂടി, അല്ലെങ്കിൽ അവളെ കൈവശം ലഭിച്ചാൽ ഇന്ന കാര്യങ്ങൾ സാധിക്കാം എന്നൊക്കെ ഉള്ള നിലയിൽ ചിന്തകൾ കാട് കയറിയാൽ അത് ദുരന്തമാണ് എന്നുള്ളതാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ വളരെ വേഗം എളുപ്പത്തിൽ ഇതിൽ നിന്ന് രക്ഷപ്പെടാനുള്ളതായ ഒരു വഴി ഒന്ന് നമുക്കറിയാം. യോസേഫിനോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണാൻ കഴിയും. പൊത്തിഫറിന്റെ ഭവനത്തിൽ ആ പൊത്തിഫറിന്റെ ഭാര്യയുടെ വശീകരണത്തിൽ നിന്നും യോസേഫ് ഓടുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. 2 തിമോത്തിയോസിൽ പൗലൂസ് ഇപ്രകാരം തിമോത്തിയോസിനോട് പറയുമ്പോൾ യൗവന മോഹങ്ങളെ വിട്ട് ഓടുവാനായിട്ട് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതുപോലുള്ളതായ വിഷയങ്ങളുള്ള ബന്ധത്തിൽ അങ്ങനെ ഒരു ചതിക്കുഴിയിലേക്ക് വീഴാതിരിക്കണമെങ്കിൽ വിട്ടോടുവാനായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് ആവശ്യപ്പെടുകയാണ്, ആ പാപത്തിൽ വീഴാതിരിക്കുവാനായിട്ട്. അപ്പോൾ മോഹിച്ചുകൊണ്ട് ഒരു സ്ത്രീയെ നോക്കരുത് എന്നുള്ളത് ഇവിടെ പറയുകയാണ്. അപ്പോൾ ഇവിടെ ഇതിനോടുള്ള ബന്ധത്തിൽ മറ്റൊന്നാണ് കൊരിന്തിലെ സഭയിൽ ഉണ്ടായിരുന്ന ചിന്ത. കൊരിന്ത് എന്ന് പറയുന്ന ഒരു തുറമുഖ പട്ടണമാണ്. ആ തുറമുഖ പട്ടണത്തിൽ സാധാരണ ഒരു പോർട്ട് സിറ്റി എന്ന് പറയുന്നിടത്ത് സകലവിധ മ്ലേച്ഛതയുടെയും കേന്ദ്രമായിരിക്കും. കാരണം നാവികർ, കടലിലായിരുന്ന നാവികർ ദീർഘദിവസങ്ങൾക്ക് ശേഷം അവർ വന്ന് കരയോടടുക്കുമ്പോൾ അവരുടെ ശാരീരികമായ ആവശ്യങ്ങൾക്ക് വേണ്ടി, അവരുടെ ഉല്ലാസങ്ങൾക്ക് വേണ്ടിയുള്ള സകല സൗകര്യങ്ങളും ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടാകും. അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് സാധാരണ തുറമുഖ പട്ടണങ്ങൾ. അപ്പോൾ കൊരിന്ത് ഒരു ദുർമാർഗത്തിന്റെ കേന്ദ്രമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊരിന്തിലെ സഭയ്ക്കുള്ളതായ ലേഖനം പൗലൂസ് എഴുതുമ്പോൾ അവരോട് പൗലൂസിന് ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-ാം അധ്യായം 13-ാം വാക്യത്തിൽ പറയുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യം ഇതാണ്: ഭോജ്യം വയറിനും വയറ് ഭോജ്യത്തിനും. എന്ന് പറഞ്ഞാൽ കൊരിന്ത്യരുടെ ചിന്താഗതി ഒത്തിരി വ്യത്യസ്തങ്ങളാണ്. അവർ പറഞ്ഞു ആഹാരം എന്ന് പറയുന്നത് വയറിന് വേണ്ടിയുള്ളതാണ്, വയറ് ആഹാരത്തിന് വേണ്ടിയുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ആഹാരം കഴിക്കുക അത് ജീവിതത്തിലെ പ്രധാനപ്പെട്ട വിഷയം. അതുപോലെ തന്നെ കൊരിന്തിലെ സാധാരണ ചിന്താഗതി അനുസരിച്ച്, കൊരിന്ത്യരുടെ ചിന്താഗതി അനുസരിച്ച് ആഹാരം കഴിക്കുക, ഉറങ്ങുക, വിശ്രമിക്കുക, ഇതുപോലെ തന്നെയുള്ള ഒരു ജീവിതത്തിൻ്റെ ആവശ്യമായിട്ട് മാത്രമേ ഇവർ സെക്സ് അല്ലെങ്കിൽ ലൈംഗികതയെ മനസ്സിലാക്കിയുള്ളൂ. അപ്പോൾ ഉറങ്ങുന്നത് പാപമല്ല, ആഹാരം കഴിക്കുന്നത് പാപമല്ല, വിശ്രമിക്കുന്നത് പാപമല്ല, ലൈംഗിക ബന്ധവും പാപമല്ല. ഇങ്ങനൊരു ചിന്താഗതിയാണ് ഇവരെ ഭരിച്ചിരുന്നത്. അതുകൊണ്ടാണ് പൗലൂസ് അവരോട് സംസാരിക്കുമ്പോൾ പറയുന്നു, നിങ്ങളുടെ ശരീരമെന്ന് പറയുന്നത് നിങ്ങൾ മലിനമാക്കാനുള്ളതല്ല, നിങ്ങളുടെ അവയവങ്ങൾ എന്ന് പറയുന്നത് നിങ്ങളുടെ സ്വന്തമല്ല, നിങ്ങളുടെ ശരീരമെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മന്ദിരമാണ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നിങ്ങളുടെ ശരീരം. അതുകൊണ്ട് ആ മന്ദിരമാകുന്ന ശരീരത്തെ നശിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലയിൽ കർത്താവ് അവരോട് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത ഭാഗത്തേക്ക് നോക്കാം. ഇവിടെ അടുത്തായിട്ട് കർത്താവ് ഇതിൻ്റെ പരിഹാരം എന്ന നിലയിൽ കർത്താവ് പറയുന്നതാണ് കഠിനമായിട്ട് നമുക്ക് തോന്നുന്ന ഭാഗം. അതിങ്ങനെയാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: എന്നാൽ വലങ്കണ്ണ് നിനക്ക് ഇടർച്ച വരുത്തുന്നു എങ്കിൽ അതിനെ ചൂന്നെടുത്തെറിഞ്ഞു കളക. നിന്റെ ശരീരം മുഴുവനും നരകത്തിൽ വീഴുന്നതിനേക്കാൾ നിന്റെ അവയവങ്ങളിൽ ഒന്ന് നശിക്കുന്നത് നിനക്ക് പ്രയോജനം. അതുപോലെ തന്നെ നിന്റെ കണ്ണ് ചൂന്നെടുത്തെറിഞ്ഞു കളയുക, നിന്റെ കൈയെ വെട്ടിക്കളയുക, വലങ്ക്. അപ്പോൾ നിന്റെ കരം വെട്ടിക്കളയുക, കണ്ണ് ചൂന്നെടുത്തെറിഞ്ഞു കളയുക. ഇത് രണ്ടും, കരമെന്ന് പറയുന്നതും കണ്ണെന്ന് പറയുന്നതും, പാപത്തിൻ്റെ ഏജന്റന്മാരായിട്ട് നിൽക്കുന്നവരാണ്.
അവരാണ് പാപത്തിനെ ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്നത്. ഈ രണ്ട് വിഷയങ്ങളാണ്. കാരണം ഹൃദയത്തിലാണ് ഈ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. എന്നാൽ കണ്ണുകൊണ്ട് കാണുന്ന വിഷയമാണ് ഹൃദയത്തിൽ സ്റ്റോർ ചെയ്ത് അതിൻ്റെ അടുത്ത വിഷയങ്ങളിലേക്ക് പോകുന്നത്. കരങ്ങൾ എന്ന് പറയുന്നത് ഈ വിഷയത്തെ സഹായിക്കുന്ന ഘടകമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് വ്യഭിചാരം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു മോഷണം എന്നുള്ള നിലയിലാണ് ദൈവത്തിൻ്റെ വചനം പഠിക്കുമ്പോഴും നാം ആ വിഷയത്തെ ആഴത്തിൽ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. കാരണം മറ്റൊരു ആളിനെ നാം സ്വന്തമാക്കുകയാണ്, അല്ലെങ്കിൽ മറ്റൊരാളിൻ്റെ വിഷയം നാം അപഹരിച്ചെടുക്കുകയാണ് എന്നുള്ളത് നാം ഓർക്കണം. അപ്പോൾ അതുകൊണ്ട് കർത്താവോടെ പറയുന്നത്, നിന്റെ കണ്ണ് ചൂന്നെടുത്തെറിഞ്ഞ് കളയുക. വലങ്കണ്ണാണ് നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നതെങ്കിൽ അത് ചൂന്നെടുത്തെറിഞ്ഞ് കളയുക. അതുപോലെ നിന്റെ കൈയാണ് നിനക്ക് കുഴപ്പമുണ്ടാക്കുന്നതെങ്കിൽ കൈ വെട്ടിക്കളയുക. കാരണം നീ മൊത്തത്തിൽ പോയി ഈ തീപ്പൊയ്കയിൽ വീഴുന്നതിനേക്കാൾ ഒരു അവയവം നഷ്ടപ്പെട്ടവനായി പോകുന്നത് നിനക്ക് നല്ലത്. ഇവിടെ തെറ്റിദ്ധരിക്കരുത്, കർത്താവ് ഇവിടെ പറയുന്നത് ഒരു ഫിസിക്കൽ സർജറി അല്ല. നിന്റെ കണ്ണെടുത്ത് എറിഞ്ഞു കളയുക, നിന്റെ കൈ വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ, നിന്റെ പാപം ചെയ്യുന്ന അവയവത്തെ വെട്ടിക്കളയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ശരീരത്തിലെ അവയവങ്ങളെ ഓരോന്നോരോന്നായി വെട്ടിമാറ്റുക എന്നുള്ളതല്ല കർത്താവ് ഇവിടെ പറയുന്നു. ഫിസിക്കൽ സർജറി അല്ല. പിന്നെ എന്താണ്? കാരണം നമ്മൾ നേരത്തെ പല ക്ലാസ്സുകളിൽ ഞാൻ ചിന്തിച്ചതുപോലെ ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈ വിഷയങ്ങളുടെ എല്ലാം കേന്ദ്ര ഹൃദയമാണ്. ഹൃദയത്തിലാണ് ഇതെല്ലാം വികസിച്ചു വരുന്നത്. കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളത് ശരി, കണ്ണും ഹൃദയവും തമ്മിലുള്ള ബന്ധത്തിൽ ഇതെല്ലാം ഡെവലപ്പ് ചെയ്തത് ഹൃദയത്തിലാണ്. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ടു എന്നുള്ളത് ശരി, പക്ഷേ വിഷയങ്ങൾ ഡെവലപ്പ് ചെയ്ത ഹൃദയത്തിലാണ്. അപ്പോൾ ഹൃദയത്തിൽ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന വിഷയത്തിന് കണ്ണ് ചൂന്നെടുത്തെറിഞ്ഞ് കളഞ്ഞതുകൊണ്ട് മാത്രം പരിഹാരം വരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, കൈകൊണ്ടോ കണ്ണുകൊണ്ടോ മാത്രം വെട്ടിമാറ്റിയാൽ നടക്കുന്ന ഒരു പരിഹാരമല്ല ഇവിടെയുള്ളത്. ഫിസിക്കൽ സർജറിയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? ചെയ്യേണ്ട വിഷയം ഇതിനോട് നിയമം ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ ദണ്ണിപ്പിച്ച് അടിമയാക്കുക എന്നുള്ളതാണ്. പൗലൂസ് പറയുമ്പോൾ തൻ്റെ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ അവയവങ്ങളെ ഞാൻ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരു മ്ലേച്ഛതയിലേക്ക് നമ്മളെ നയിക്കുന്ന, ഒരു പാപത്തിലേക്ക് നമ്മളെ നയിക്കുന്ന ആ വിഷയം വരുമ്പോൾ അതിനെ ദണ്ണിപ്പിച്ച് അടിമയാക്കുവാനായിട്ട് നമുക്ക് കഴിയണം. അപ്പോൾ അരുതാത്ത കാര്യം ചെയ്യുവാൻ കൈ പുറപ്പെടാൻ പാടില്ല, കാരണം കൈയെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. അരുതാത്ത കാഴ്ച വീണ്ടും വീണ്ടും കാണുവാൻ ഇടയാകരുത്, കണ്ണിനെ നിയന്ത്രിക്കുവാൻ നമുക്ക് കഴിയണം. ഭക്തനായ ഇയ്യോബ് ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു. കാരണം ഇയ്യോബിനെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഒരു ദോഷവും ഇല്ലാത്തൊരു മനുഷ്യനാണ്. ഇയ്യോബിനെ കുറിച്ച് ഒരു ദോഷവും പറയാനില്ല. എന്നിട്ട് പോലും ഭക്തനായ ഇയ്യോബ് പറഞ്ഞു, ഞാൻ എൻ്റെ കണ്ണുമായൊരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കണ്ണുകളും നമ്മുടെ കൈകളും അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങൾ എല്ലാം പൂർണ്ണമായും ദൈവഹിതത്തിന് വിധേയപ്പെടുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ അകത്തോ ഹൃദയം പൂർണ്ണമായും പരിച്ഛേദന ചെയ്യപ്പെട്ടാൽ, ഹൃദയത്തിന് പൂർണ്ണമായ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അരുതാത്ത കാര്യങ്ങൾ കാണുവാൻ കണ്ണിനെ അനുവദിക്കുകയില്ല. അരുതാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ കൈകളെ അനുവദിക്കത്തില്ല. അരുതാത്ത സ്ഥലങ്ങളിലേക്ക് പോകുവാൻ കാലുകളെ അനുവദിക്കുകയില്ല. കാരണം ഹൃദയം കൺട്രോൾ ചെയ്യുകയാണ്. കാര്യം പാപത്തിലേക്ക് നീങ്ങുമ്പോൾ, പാപം ചെയ്യാൻ തുടങ്ങുമ്പോൾ, ദുഷിച്ച വിഷയത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ, ദുഷിച്ച ചിന്തകൾ വരുമ്പോൾ ഒക്കെ ഹൃദയത്തിൽ നീ ദൈവമകനാണ് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വകയാണ്, അതരുത് അത് തെറ്റാണ് എന്നുള്ള നിലയിൽ തെറ്റിനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഹൃദയം, ഇതാണ് ദൈവം ഇവിടെ ആവശ്യപ്പെടുന്നത് നമ്മളോട്. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ ഇവിടെ അവയവങ്ങൾ വെട്ടിമാറ്റുക എന്നുള്ളതല്ല, അവയവങ്ങളെ നിർജീവമാക്കുക എന്നുള്ളതാണ് പ്രധാനം. എന്ന് പറഞ്ഞാൽ അരുതാത്ത കാര്യങ്ങളിലേക്ക് പോകാതെ വണ്ണം, അരുതാത്ത ചിന്തകളിലേക്ക് പോകാതെ വണ്ണം, അരുതാത്ത കാഴ്ചകളിലേക്ക് പോകാതെ വണ്ണം ദൈവം നമുക്ക് അനുവദിച്ചിരിക്കുന്ന പരിധിയിൽ നിൽക്കുവാനായിട്ടുള്ളതായ നിലയിലുള്ള ഒരു ജീവിത ശൈലി നാം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരണം എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ദുഷിച്ച ചിന്തകൾ നാം ഇവിടെ കർത്താവ് പറയുമ്പോൾ ഒരു സ്ത്രീയെ മോഹിച്ചുകൊണ്ട് നോക്കി ആ ചിന്തകൾ താലോലിച്ച് വളർത്തി ഹൃദയത്തിൽ അതിനെ കുടിയിരുത്തി അതിങ്ങനെ ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത് പോലെ നടക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്തു എന്നാണ് കർത്താവ് പറഞ്ഞത്. ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്ത് കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ശാരീരിക ബന്ധത്തിലേക്ക് പ്രവേശിച്ചില്ല, അതിനൊരവസരം കിട്ടിയില്ല എന്നുള്ളത് സത്യം. എന്നാൽ അതിനൊരവസരം കിട്ടിയില്ലെങ്കിൽ പോലും ഹൃദയത്തിൽ ദുഷിച്ച ഒരു ചിന്ത കുടിയിരുത്തി അതിനെ വളർത്തി അങ്ങനെ പോകുന്ന ഒരാൾ ഹൃദയത്തിൽ വ്യഭിചാരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഞാൻ ഈ വിഷയത്തിൽ അവസാനിപ്പിക്കുമ്പോൾ നിങ്ങളോട് ചോദിക്കുന്നു,
നമ്മുടെ മുമ്പിൽ രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, ഈ ലോകത്തിന് വേണ്ടി ജീവിക്കണമോ അതോ വരുവാനുള്ള ലോകമാണോ നമ്മുടെ വിഷയം? അതോ അടുത്തത്, ഭൂരിപക്ഷത്തിൻ്റെ കൂടെ നാം നീങ്ങണമോ അതോ യേശുവിന് വേണ്ടി നാം ജീവിക്കണമോ? ഇതിൻ്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടത് നിങ്ങളാണ്. വരുവാനുള്ള നിത്യതയെ നോക്കി ജീവിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാനുള്ള ചുമതല നമുക്കുണ്ട്. അതിന് നമുക്കിടയാകുമാറാകട്ടെ. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ.